പഴയ 10ാം വാർഡ് മെമ്പർ പറയുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ട് ലഭിച്ച ഫണ്ടാണെന്നാണ്. 1 കോടി രൂപ. ഇതേ പഞ്ചായത്തിൽ ഈ പദ്ധതിയെക്കുറിച്ച് അറിയാൻ വേണ്ടി വിവരാവകാശം വെച്ചപ്പോൾ ഈ പദ്ധതിയെക്കുറിച്ച് ഒരറിവും ഇല്ലെന്നാണ് പഞ്ചായത്തിൽ നിന്നും റിപ്പോർട്ട് കിട്ടിയത്. പഞ്ചായത്ത് പോലും അറിയാത്ത ഒരു പദ്ധതിയുടെ അമരക്കാരനാവാൻ കഴിഞ്ഞതിൽ വാർഡ് മെമ്പർക്ക് അഭിമാനിക്കാം. പക്ഷേ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്ന മെമ്പർ 17 വർഷമായി തുറക്കാത്ത ഈ കാന തുറന്നു നോക്കിയപ്പോൾ കണ്ട മണ്ണ്, ചെളി ഇതെല്ലാം അതേപടി വെച്ച് അടച്ചത് അറിയാതെ പോയി. ജനങ്ങൾ വെള്ളക്കെട്ടിലായതും താങ്കൾ അറിയാതെ പോയി. 5 വർഷം കിട്ടിയിട്ടും ഒരു അംഗനവാടിക്ക് സ്ഥലം കണ്ടെത്താൻ പോലും കഴിയാത്ത താങ്കളുടെ പോരായ്മയുടെ ഈ തുടർച്ച ഇനിയും ജനങ്ങളുടെ തലയിൽ വെക്കണോ? ഇതേ 12ാം വാർഡിലുണ്ടായിരുന്ന മെമ്പർ ഇപ്പോൾ 11ാം വാർഡിൽ മത്സരിക്കുന്നു. ഇത്രയധികം കുറവുകളുള്ളൊരു വാർഡാണോ ആ മെമ്പർ താങ്കളെ ഏൽപ്പിച്ചത്? ജനം ചിന്തിക്കുക. വെള്ളക്കെട്ട് മൂലം വാടക വീട്ടിലേക്ക് മാറി താമസിക്കേണ്ടി വന്ന ജനങ്ങളുള്ള നാടാണ് വാർഡ് 12. ഈ വാർഡിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം മുൻ വാർഡ് മെമ്പർമാരാണെന്നിരിക്കെ കടലാസ് വികസനം പറഞ്ഞ് 11ൽ മത്സരിക്കുന്നത് ജനങ്ങളെ വഞ്ചിക്കലാണ്.